ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എഡ്യൂടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കൊറോണയുടെ കാലത്തൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുക, അതായത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓൺലൈനിൽ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമിനെ കുറിച്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വാശിയോടുകൂടി കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. എൻ്റെ പേര് ലൂഡോ ആണ്. ലൂഡോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ലൂഡോ കളിക്കാൻ അറിയാമെങ്കിൽ, ഇതിൻ്റെ മൾട്ടിപ്ലെയർ എങ്ങനെ കളിക്കുന്ന അറിയാമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, കണ്ടില്ലാതെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ കാര്യങ്ങളോട്ട് ഇടുന്നാലോ. ലൂഡോ എന്ന് പറഞ്ഞൊരു ബോർഡ് ഗെയിമാണ്. അത് നമ്മൾ ചെസ്സ് കളിയിൽ ഒരു ബോർഡ് വെച്ചിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. 2 പേര് തൊട്ട് 3 പേര് 4 പേര് വരെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. ഓരോരുത്തർക്കും 4 കോയിൻസ് ഉണ്ടാവും, 4 ടോക്കൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഡൈ വെച്ചിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ആ ഡൈ നമ്മൾ ഇടുമ്പോൾ അതിന് വരുന്ന ഡൈൻ്റെ അനുസരിച്ച് ആൾക്കാരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ആൾക്കാരെ വെട്ടാം, ചില സേഫ് സോൺ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൻ്റെ അത് തോന്നുന്നു. വളരെ കളിക്കുമ്പോൾ ഭയങ്കര വാശിയോടുകൂടി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. ആരാദ്യം എത്തും, ഫസ്റ്റ് ആരാവും എന്നുള്ള ആകാംക്ഷയോടുകൂടി നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. അത് ഇത് ബോർഡ് ഗെയിം ആണെങ്കിലും ഇതിൻ്റെ വിവിധ ആപ്ലിക്കേഷൻസ് നമുക്ക് ലഭ്യമാണ്. ഈ ലൂഡോ വെച്ച് പൈസ ഏൺ ചെയ്യാവുന്ന ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഈ ഗെയിം കുറച്ച് സ്ട്രാറ്റജിയൊക്കെ വെച്ച് കളിക്കേണ്ട ഗെയിമാണ്. അതുപോലെ തന്നെ പ്രോബബിലിറ്റീസിൻ്റെ ഒക്കെ ബേസിൽ കളിക്കുന്ന ഒരു ഗെയിമാണിത്. സ്ട്രാറ്റജിയൊക്കെ വെച്ച് അവരെങ്ങനെ നമുക്ക് അവിടെ എത്താതിരിക്കാൻ ശ്രദ്ധിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ഗെയിം ഫ്രണ്ട്സുമായിട്ട് ഓൺലൈനിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു കോഡ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം 4.3 റേറ്റിങ്ങോട് കൂടിയൊരു ആപ്ലിക്കേഷനാണിത്. അതായത് വളരെ നല്ലൊരു ഗെയിമാണെന്നാണ് എനിക്ക് കളിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റായിട്ട് കളിക്കാനായിട്ട് പറ്റും. ഫേസ്ബുക്ക് വഴി കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ ഒക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഗസ്റ്റായിട്ട് കളിക്കുമ്പോൾ അങ്ങനെ ആരെയും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് തൽക്കാലം ഗസ്റ്റായിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേര് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എഡ്യൂടെക് എന്ന് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തു, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്ലേ ഓൺലൈൻ, പ്ലേ വിത്ത് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ, പിന്നെ പ്ലേ ആൻഡ് പ്ലേ. അതായത് പ്ലേ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കളിക്കാനും, മറ്റേ ഫ്രണ്ട്സ് പ്ലേ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേര് ഒരുമിച്ച് ചേർന്ന് നിന്ന് കളിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട്സായിട്ട് കളിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അതോപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസ് നമുക്ക് വരും. അപ്പോൾ മേളിൽ നമ്മുടെ ഏത് ടോക്കൺ വേണം നമുക്ക് തിരഞ്ഞെടുക്കാം, ഏത് കളർ വേണമെന്ന്. അപ്പോൾ ഞാൻ അവിടെ ഒരു കളർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എന്നും ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു റൂം ക്രിയേറ്റ് ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുവഴി നമുക്ക് ഫ്രണ്ട്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു കോഡ് നമുക്ക് ലഭിക്കും. ആ കോഡ് നേരെ നമുക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിന് ഈ ഒരു റൂമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ആ ഫ്രണ്ട് ജോയിൻ എടുത്തിട്ട് അവിടെ നമ്മുടെ കോഡ് അടിച്ച് കൊടുക്കുക, ജോയിൻ റൂം കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് ആ ഫ്രണ്ട് ജോയിൻ ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഈ ഒരു കോഡ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതിന് വാട്സപ്പിൻ്റെ സിമ്പിൾ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ വാട്സപ്പിലേക്ക് ആ കോഡ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു 3 ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. 4 പേർക്കാണ് കളിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ഞാനായിരിക്കും. ബാക്കി 3 പേരെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് ഇതിൻ്റെ അത് കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നമ്മൾ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇതൊരു കമ്പ്യൂട്ടറായിട്ട് ഇത് എങ്ങനെയാണ് കളിക്കണതെന്നൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്യണം. ഒരു കളർ സെലക്ട് ഗ്രീനാണ് ഞാൻ സെലക്ട് ചെയ്ത് പ്ലേ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ 4 ബോക്സസ് ആണുള്ളത്. ഇപ്പോൾ നമ്മൾ 2 പേര് വെച്ചാണ് കളിക്കുന്നത്. പച്ചയാണ് ഞാൻ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെയാണ്. അപ്പോൾ അവിടെ ഒരു ഡൈ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് 6 വീഴണമെങ്കിൽ നമ്മുടെ ഒരു ടോക്കൺ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 വന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടോക്കൺ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടോക്കൺ ഇറങ്ങുന്ന നേരെ പച്ചയിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരു ചാൻസ് കൂടെ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 വീണത്. അപ്പോൾ ആളെ നമുക്ക് ഫ്രണ്ടിലേക്ക് നിൽക്കാം. അത് കഴിഞ്ഞ് ഒന്നുകൂടി ചാൻസ് കൂടെ വന്നു. അപ്പോൾ 6 വീണു. അപ്പോൾ നമുക്ക് ഒരാളെയും കൂടെ ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ വീണ്ടും 6 വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരാൾ ഇറക്കാൻ പറ്റും. അപ്പോൾ 6 വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ചാൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ കാണാം. ആ സ്റ്റാറിൻ്റെ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. നമുക്ക് ആരെയും വെട്ടാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഓരോ കളറിൻ്റെ കുളമുണ്ടോ ആ കളറിൻ്റെ കുളത്തിലൊക്കെ നമ്മൾ സേഫായിരിക്കും. അപ്പോൾ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ബ്ലൂ എൻ്റെ ഫ്രണ്ടിലെങ്കിൽ എനിക്ക് ഒന്ന് വീണ് കഴിഞ്ഞാൽ ബ്ലൂവിനെ വെട്ടാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇതിക്കടെ നീക്കി കൊണ്ടുപോയി ഇവിടെ കാണുന്ന ഗ്രീനിൻ്റെ ആ ബോക്സിൻ്റെ അകത്ത് കൊണ്ടുവരണം. നടുക്കുള്ള ആ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ 4 ടോക്കൺസോട് എത്തിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു കളി ജയിക്കുക. അപ്പോൾ അതാണ് ഈ ഒരു ലൂഡോ എന്ന് പറഞ്ഞ കളി. ഫ്രണ്ട്സ്, അപ്പോൾ ലൂഡോ കളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലൂഡോ ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ, എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ട്സ് വേറെ സ്ഥലത്ത് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ലൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഈ സെയിം ആപ്ലിക്കേഷൻ്റെ അതിനകത്ത് തന്നെ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാനൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിന് താഴത്തെ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്നേക്ക് ആൻഡ് ലാഡറിലോട്ട് പോകുന്നതാണ്. അതും ഇതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ കളിച്ച് ഫ്രീ ടൈമൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണും വരെ ഇറ്റ്സ് മീ എഡ്യൂടെക് സൈനിങ് ഓഫ്.